പോർക്കാണോ? പോർക്ക. നല്ല ആളു. നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ? രണ്ടുപേരും കൂടി ഉണ്ട്. ഇനി ഇവിടെ മലയാളികൾ എത്ര പേരുണ്ട്? ഇതിനങ്ങോട്ട് ഇതാണ് നമ്മുടെ അതിർത്തി. നമ്മുടെ അതിർത്തിയിലാണ് ഞങ്ങളുള്ളത്. ഹായ് ചെങ്ങമരല്ലേ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്നലെ നിന്ന സ്ഥലം ഇത് ഇങ്ങനെ ഒന്നും സത്യത്തിൽ ആരും വല്ലാതൊന്നും കാണിക്കില്ല. അത് നമ്മളൊരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണാൻ, ട്രാവലിംഗ് വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അവരാരും അങ്ങനെ വല്ലാതെ നിൽക്കുന്ന സ്ഥലമൊന്നും വല്ലാതെ കാണിക്കാറില്ല. നമുക്കെന്ന് വെച്ചാൽ മേഘാലയയിൽ ക്യാമ്പിങ് ചെയ്യാൻ പറ്റുന്ന നല്ല ഏരിയയാണ്. ക്യാമ്പിങ്ങിന് പറ്റിയ സൂപ്പർ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേഘാലയയിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി. അതായത് ഇവിടെ നിൽക്കാം, കുഴപ്പമില്ല. ഇപ്പം ഇന്നലെ നമ്മളിവിടെ നിന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. അവിടെ നിന്ന് ഒരു കുറുക്ക ഓടിയുള്ള സൗണ്ട് നമ്മൾ കേട്ടില്ലേ? കുറുക്കനോ വേറെ എന്തോ ആണത്. വാട്ട് അവർ എന്താണെന്നറിയില്ല. ആ മലയുടെ മുകളിൽ നിന്നാണ് അവൻ്റെ ശബ്ദം കേട്ടത്. ഏതായാലും ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ഉണ്ട്, ചിക്കൻ്റെ ഗ്രേവി. ചിക്കനൊക്കെ നല്ല കുറുകുറുന്ന് തന്നെ ആയില്ലേ? ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇതും കൂടി ചായ കുടിക്കണം. ചായ കുടിച്ചില്ലല്ലോ നമ്മൾ. എന്താ പറയുക, ഇവിടുന്ന് ദൗക്കിയിലേക്കാണെന്നല്ല നമ്മൾ ഇറങ്ങിയത്. ദൗക്കിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്നും പറഞ്ഞില്ലേ? എങ്കിൽ അത് രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ആദ്യം ദൗക്കിലേക്ക് തന്നെ വിടും മിക്കവാറും. ഇല്ലാന്നാണെങ്കിൽ കുറേ മുന്നിലേക്ക് ഞങ്ങൾ എത്തിയ എടുത്തേക്ക് കുറേ അടുത്തേക്ക് എത്തിക്കണം. അതാകുമ്പോൾ സുഖമാണ്. എന്നാൽ പെട്ടെന്ന് കുറച്ച് പോയാണ്ട് എടുത്താണ്ട് അവിടെ കയറി പോരാ. പിന്നെ നമ്മളുടെ വീഡിയോ പഴയൊരു ഓട്ടോ ലൈഫിൻ്റെ വൈബ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, കുക്കിംഗ് വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ പിന്നെ വെറും വാട്ടർഫാൾസായിട്ട് വാട്ടർഫാൾസിന് കീവായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു മടുപ്പ് വരുന്നു എന്നൊക്കെ കമൻറ്റിൽ ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. റീപ്ലൈ തരാൻ ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ വിഷയം കൊണ്ടൊന്നും സാധിക്കാറില്ല. നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുന്ന നേരത്തെ അപ്പോൾ അവിടെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ കുക്കിങ് ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. നമ്മൾ കുക്കിങ് കാണിക്കുമ്പോഴുള്ള കമൻറ്റുകൾ നേരെ വിപരീതമാണ്. ഇതെന്താ കുക്കിംഗ് ചാനലാണോ, നിങ്ങൾ വെറും കുക്കിംഗ് ആണല്ലോ കാണിക്കുന്നത്, അങ്ങനെ കമൻറ്റ് വരും. അപ്പോൾ പിന്നെ നമ്മൾ അതുകൊണ്ടാണ് കുക്കിങ് ഇപ്രാവശ്യത്തേക്ക്, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്ര അധികം ദിവസങ്ങളിൽ കുക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കുക്കിംഗ് കാണിച്ചിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ഓട്ടോ ലൈഫിൽ ചെയ്തിരുന്നത് പോലെ അന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ചെയ്തിരുന്നത് അത്തരത്തിലായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്, അല്ലേ? എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഒന്നും മറക്കരുത്, ചെറിയൊന്നും മറക്കരുത്. ഞങ്ങൾ ചായ കുടിക്കട്ടെ. ബെഡ് കാര്യമൊക്കെ മടക്കി വെച്ചു. വെള്ളം കിട്ടണം, അല്ലേ? വെള്ളം കിട്ടിയിട്ട് നമുക്ക് പോവാം. പിന്നെ ചായ എവിടെ? ഞാൻ രാവിലെ വെച്ചൊരു ഗ്ലാസ് ചായ കുടിച്ച് നോക്കി. ഉക്കോ ചായ ഉണ്ടാക്കി. എന്താ ചായൻ്റെ അവസ്ഥ? മധുരമില്ല. അപ്പോൾ എന്താ മധുരമില്ലാത്ത? ഓണം കുടിച്ചു പറഞ്ഞു. മധുരല്ല ഫസ്റ്റ് ഇല്ലല്ലേ? പിന്നെ ഞാൻ കുലുക്കിയപ്പോൾ നമ്മൾ ഫ്ലാസ്കിലാക്കിയൊക്കെ ഇപ്പോൾ ഉഷാറായി. ഇപ്പം അരവണ പോലെ കഴിച്ചൊക്കെ നല്ല ഓൾഡ് ചിക്കനും ബ്രെഡും. എൻ്റെ മോനെ കണ്ടിട്ട് തന്നെ ഗ്രേവി, നല്ല ഗ്രേവി ആയിരുന്നല്ലോ. ഇത് തണുപ്പോണ്ട സാറേക്കണോ? ഞാനൊന്ന് കഴിച്ചോട്ടെ. ഓൻ്റെ കച്ചിട്ടാലൊക്കെ എഴുതിയാവും രാണ്ടച്ച് നമ്മൾ തട്ടി ചിന്തിയാ കഴിഞ്ഞ്. നമ്മളുണ്ടാക്കിയതാണ് കണ്ട പറയേയില്ല, അല്ലേ? കണ്ടുപിടിക്കോ? ബ്രെഡിന് വേണ്ടി വരും. ബ്രെഡില്ലേ? ഒരു പാക്കറ്റ് ഇപ്പം തന്നെ കഴിയൂലേ? ബ്രെഡാക്കണവിടെ. ഗൈസ്, അപ്പോൾ കൂമ്പൻ്റെ കാര്യങ്ങൾ നോക്കിയില്ല. കൂമ്പൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഇവിടെ നേരെ ഇറങ്ങും. ചായ കുടിക്കട്ടെ. വേറെ നമ്മൾ നേരെ ദൗക്കിനെയാണ് പറഞ്ഞത്, അല്ലേ? രാത്രി വന്നപ്പോൾ ഇങ്ങോട്ടുള്ള വഴിയൊന്നും അങ്ങനെ അങ്ങോട്ട് തെളിഞ്ഞു കാണില്ലായിരുന്നു. തെളിഞ്ഞിട്ടില്ലേന്നു. ഇങ്ങോട്ട് ഇപ്പൊ പോകുമ്പോഴല്ലേ ഓഫറോടാ. ഇവിടെ ഒരു ബോർഡുണ്ട്. ആ ഒരു ബോർഡിൽ എന്താ എഴുതിയിരിക്കണ അറിയോ? ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ ഇതില് 1-2 വീടുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊരു വീടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു മലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോറസ്റ്റില് വീടുകളൊന്നും നിർമ്മിക്കാൻ പാടില്ല. എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തി വെക്കണം എന്നുള്ള ബോർഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ അങ്ങനെ ആള് താമസിച്ചിരുന്നതാണ്. പിന്നെ ഇവിടെ കല്ലൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടോ?
ഇതൊക്കെ ഇപ്പോ വീട് വെക്കാൻ വേണ്ടിട്ടൊക്കെ കൊണ്ടുവന്നിട്ടതാവാം. പക്ഷെങ്കില് ഇപ്പൊ ആ നിയമം വന്നതിന് ശേഷം ആരുമില്ല. നമ്മൾ കയറി വരുമ്പോ തന്നെ ആ ഒരു ബോർഡ് അവിടെ കാണാം. ആ ബോർഡൊക്കെ നോക്കിയിട്ടാ ഞങ്ങൾ പോകുന്നേ. ഓന്റെ അമ്മ, ഇതാണ് ഇവിടെ. ഇത് ഈ കാണുന്നതൊക്കെ വീടാ അല്ലെ? വീടായിരുന്നു. ഇപ്പൊ ആൾ താമസമൊന്നുമില്ല, ഒക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. എല്ലാരും ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ വീടൊക്കെ ഉണ്ട്. വെയില് വരെ കിട്ടിയിരുന്നില്ല അല്ലെ? വെയിലൊക്കെ കിട്ടിയിരുന്ന വരെ. ഓന്റെ മോനെ എന്നാ കുലുങ്ങുന്നേ. നല്ല കുലുക്കുവാണേ, കുലുങ്ങട്ടെ. പിന്നെ ഇതുണ്ടോന്നല്ലേ? ഇത് മാത്രം ഉണ്ട് ഇവിടെ. പക്ഷെ ആളുകളില്ല. ഇവിടെ മരം കൃഷിയില്ലേ, മരം കുഴിച്ചിടാൻ വേണ്ടിയൊക്കെ ഇവിടെ മലമൂടെ ഒരുപാട് തൈകൾ വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ അതിന് വേണ്ടി മണ്ണെടുക്കാൻ വേണ്ടി. ഇത് ഇനി നേരെ ഇന്നലെ നമ്മള് ദൗക്കിലേക്ക് പോയിരുന്ന ആ ഒരു ഹൈവേ ഉണ്ടല്ലോ, ആ ഹൈവേയിലേക്ക് പോയി ചാടും. ഞങ്ങള് ഹൈവേയിൽ കയറാണ്. ഹൈവേ എന്ന് പറഞ്ഞാല് പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ല ഇന്നലെയൊക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഈ റൂട്ട് നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 4 ലൈൻ പാതയല്ലേ കണ്ടിട്ട്? അല്ല, അത് അത്യാവശ്യം വീതി കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അവിടെ ഗ്ലാസ് പൊന്തിച്ചോളാം. മൗലിനോങ് വില്ലേജ് ആണ് നമ്മുടെ ലക്ഷ്യം. ഈ മൗലിനോങ് വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾക്കിത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയൊക്കെ വരുന്നത്, ഏഷ്യയിലെ ഏറ്റവും ഗ്രീനസ്റ്റ് വില്ലേജ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്ത്യയില്, അത് ഈ മേഘാലയയിലാണല്ലോ. അപ്പൊ ഇതാണ് മൗലിനോങ് വില്ലേജിലേക്കുള്ള വഴി. അതായത് 16 കിലോമീറ്റർ അവിടെ കൊടുത്തിക്കണം അല്ലേ? 16 കിലോമീറ്റർ ദൂരം നമ്മൾ ഇതുവഴി പോകണം. അപ്പൊ ഇത്രയും വലിയ കൊട്ടയൊക്കെ ഇവർ എന്തിനു വേണ്ടി ഉപയോഗിക്കണവാ? ഇതിന്റെ നീളം നല്ല ഹൈറ്റ്. ഇത് ഒരാളെ കൊണ്ട് ഹൈറ്റ് കൊണ്ടുപോകാനും കഴിയൂല. ഇതെന്താ സാധനങ്ങൾ ഇട്ടേക്കാണോ? ആർക്കറിയാം. അതിന്റെ മേക്കിംഗ് ആണ് ഗൈസ്, മേക്കിംഗ്. അങ്ങനെ ഒരു കല്ല് നടുക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു കല്ല് നടുക്ക് വെച്ചിട്ട് അത് മുടഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഈ വായുധ ഉണ്ടാക്കി. ഹലോ, മൈൻഡ് വെക്കണില്ല കേട്ടോ നമ്മളെ. നല്ല പണിത്തിരക്കില്ല. പക്ഷെങ്കിൽ മൂപ്പര് ചിരിച്ചു മൂപ്പര്. അങ്ങനെ വലിയ കൊട്ട. ഇപ്പൊ മൂപ്പര് എന്താ പറയാ, ഹൈറ്റ് അനുസരിച്ച് മൂപ്പർക്ക് അത് കടത്തിയിട്ട് ഞങ്ങൾ ചുറ്റാൻ വേണ്ടി കഴിയുന്നുള്ളൂ അല്ലെ? ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണില്ല. അത് ഉപയോഗമൊന്നുമില്ല. അത് ഇവിടുന്ന് കൊണ്ടുപോകും തോന്നുന്നുണ്ട്. ഇത് വേറെ എവിടേക്കോ മാർക്കറ്റിക്കോ എവിടേക്കും കൊണ്ടുപോകും അല്ലെ? ഈ റൂട്ടിൽ കയറിയപ്പോ തന്നെ നല്ലൊരു ഇവിടുത്തെ ഒരു ഗ്രാമീണ കാഴ്ച വൈബ് കയറി വരുന്നുണ്ട്. പോകുന്ന വഴി ഇതാണ്. ചെറിയൊരു വഴിയാണ്. പിന്നെ രണ്ട് സൈഡും എന്താ പറയാ, കൃഷിയൊന്നല്ല. ഇവിടുത്തെ ഒരു തരം ഈറ്റമുള. അങ്ങനെയുള്ളൊരു മുളയാണ് ഈ സൈഡിൽ കാണുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു കൊട്ടം കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അവരത് ഈ മുള ഈർന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അല്ലടാ. ഇവിടെ ഒരു പാലമുണ്ട്. ഈ വഴിയിലൂടെ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ. അതിന്റെ ഏറ്റവും വലിയ കാരണം ഇവിടെ എഴുതി വെച്ചിട്ട്, ഈ ബ്രിഡ്ജിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. താഴത്തേക്കൊക്കെ ആളുകൾ കുളിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും കാണാം വെള്ളം ഉണ്ടോ? വെള്ളം ഉണ്ടല്ലേ? നല്ല ക്ലിയർ അല്ലേ? നല്ലൊരു ചോല അല്ലേ? കാട്ടുചോല, നല്ലൊരു കാട്ടുചോലയാണ്. ഞാൻ കരുതി ഫസ്റ്റ് ഇയാളെ മൂട്ടിയാണത്. ഈറ്റയാണത് അല്ലേ? ഈറ്റ കൊണ്ടുപോകണം. ഹായ്. ഈറ്റ പൊടിച്ചാണ്ടേ, ഈറ്റ ചീന്തിയിട്ട് പൊടിച്ചാണ്ട് അവരാ പുട്ട ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്ത് അതിന്റെ കാര്യം, അതാണ് ഇവിടെ കാണുന്ന കാര്യമായിട്ട് അല്ലെ? ഇവിടുത്തെ ഗ്രാമീണരുടെ ഒരു പ്രധാന വരുമാനം. അപ്പൊ അതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കേരൾ ടൂറിസ്റ്റ്. ഹായ്, വാട്ട്സ് യുവർ നെയിം? സൂപ്പർ. Okay, bye. See you again. Maulinong. Okay. ഇവിടുത്തെ ആളുകൾ വളരെ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരവിടുന്ന് കാട്ടിൽ നിന്നും ഈറ്റ മുള വെട്ടി കൊണ്ടുവരുവാണ്. അതിന്റെ ആ ചോല ഒരു വൈബ് ഏരിയ നോക്കാൻ ചെയ്യും. അതിന്റെ ആ വെള്ളം അങ്ങനെ വരുന്നതാണില്ലേ, അതുവഴി അങ്ങനെ ഉന്തി തള്ളി കൊണ്ടുവന്നിട്ട് ആ ഒരു ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ അവരെ കാണട്ടെ അല്ലെ? കറക്റ്റ് സമയത്ത്. അതെ, നല്ല രസമായി അത്. അപ്പോ ഗൈസ്, നമ്മൾക്ക് ഇവിടേക്ക് 100 രൂപ പാർക്കിംഗ് ഫീസ് ഉണ്ട്.
ഞങ്ങളിപ്പോ വില്ലേജിക്ക് കയറിക്കൊണ്ട് നിൽക്കുവാണ് അല്ലെ. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ആ ഒരു പാർക്കിങ്ങിൽ വണ്ടി ഇടാനാണ് അദ്ദേഹം പറഞ്ഞത്. ഓ, ഇതൊരു കച്ചവടത്തിന്റെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് ലാസ്റ്റിക്ക് വരാം അല്ലെ. നമ്മൾ ആദ്യം വില്ലേജിക്ക് ഇറങ്ങിപ്പോവാ. വെൽക്കം ടു മൾനോങ് വില്ലേജ്. വില്ലേജിനകത്തേക്ക് കയറുവാണ്. നമുക്കിതിലെ ഏരിയയിലും പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവഴി ഏരിയയിലും കറങ്ങാം അല്ലേ. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീട് നിർമ്മാണം കട്ട കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന വീടല്ല, റൂമാണല്ലേ, ഷട്ട് റൂം. ഇതിൽ റെസ്റ്റ് എടുക്കണോ? റെസ്റ്റ് ഇപ്പോൾ വേണ്ട, ഓല കൊണ്ടുള്ളതാണല്ലേ. സുന്ദരമായ ഷെഡ്. ഓ ഗായ്സ്, ഇതാണ്ട് അതൊരു വീടാണേ. ഇത് ഇവിടുത്തെ ഒരു വീടാണ്. ഇതിൻ്റെ മേലേക്ക് കയറാം. 30 രൂപ, 30 റുപ്യ വേണം ഇതിന് മേലേക്ക് കയറാം. മരത്തുമ്മ കൂടെയാണ് ഇത് ഉണ്ടാക്കിക്കണ്ടേ. നമ്മളെന്തായാലും കയറും. ഓക്കെ. എങ്ങനെയുണ്ട്? ശ്രദ്ധിക്കണല്ലേ, സ്ലിപ്പ് ഉണ്ടല്ലേ. കാരണം ഇതൊന്നിലേറെ അത് മിൻസായിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ശ്രദ്ധിക്കണം. നല്ല ചൂര ഇതുണ്ട്. ഇതൊരു സൈസ് ചൂരൽ വള്ളിയാണ്. ചൂരൽ വള്ളി കൊണ്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഒരു വീട്. പക്ഷേ ഇത് മേലെ ഷീറ്റാണ്. ഇതൊരു ലാൻഡിങ് ഇങ്ങനെ കയറിയിട്ട് ഇനി ഒരുപാട് ദൂരം കയറി പോവാണ്ടല്ലേ. ഈ മരത്തും കൂടെ ഇവർ ഉണ്ടാക്കിയതാണുള്ളത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാം. ഓരോരോ സംഭവങ്ങൾ ഇതിന്മേലൊക്കെ എത്ര ആളെ താങ്ങുമെന്ന് അറിയില്ല. മേലെ ആളുകൾ ഏണ്ട് സുഖല്ലേ? കയറിപ്പോട്ടെ. അടിപൊളി സെറ്റാണ്. വായിക്കണണ്ടേ. പിന്നെ ഇവിടെ ഈ 2 ബാരിക്കേഡ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമല്ല. അവിടെ ടീം വരുന്നുണ്ട്, അവരിവിടെ എത്തട്ടെ, എന്നിട്ട് വേണം നമുക്കവിടെ പോവാം. ഗായ്സ്, ഈ കാണുന്നത് ഫുൾ പ്ലാവാണ്. ഈ പ്ലാവിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് മൂച്ചിയിലേക്കാണ് അല്ലേ. ചക്ക കിട്ടിയോ? ഇത് മാവല്ലടാ, വേറെന്ത് സാധനമാണ്. ഇതും ഒരു ചക്ക. ഇത് മാങ്ങയാണ് ഉണ്ടായത്. ഇവിടുത്തെ മാങ്ങ എങ്ങനെയാണോ? ഓ ഗായ്സ്, നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അധികം ദൂരം നമുക്ക് പോരാല്ല, പക്ഷെ എന്നാലും പോരാനുള്ളത് അടിപൊളിയാണ് അല്ലേ. അപ്പോൾ അവരിറങ്ങി പോകണണ്ട, നമ്മൾ അത്രയും താഴത്തു നിന്നാണ് വന്നത്. ഇതിലേക്ക് കണ്ട, ഇതിലൊക്കെ കയറിയിട്ട് നമ്മൾ വരുന്നത്. ഓ എൻ്റെ മക്കളെ, എന്നാ അതിൻ്റെ ഒരു വൈബ് എഴുതിയിട്ടാ, എന്നാ വൈബാടാവേ. കൊള്ളാലോ, കൊള്ളാം. ഇനി ഇവിടുത്തെ ഒരു വ്യൂ, ആ ഒരു വ്യൂ പോയിൻ്റ്, ഇതാണ് വ്യൂ പോയിൻ്റ്. ഇവിടെ നല്ല കഴുകും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു വ്യൂ കിട്ടാനാണ് നമ്മൾ വന്നത്. പക്ഷേങ്കിൽ നമ്മൾ വരുന്ന വഴിയാണ് രസകരം അല്ലേ. ചക്ക കുറച്ചാൽ മതി വന്നു, ചക്കല്ല, മാങ്ങയല്ല. ഇനി ഇവിടുന്ന് നമ്മൾ ഏത് വഴി പോകണം, നെക്സ്റ്റ് ഏതിലാണ് നമുക്കറിയാം. ഇല്ല, അതായത് അതിലേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് ഇനിയുണ്ട് കഴിച്ച് ഇതേപോലെ മരത്തുമ്മയൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ട്. പക്ഷെ ഇതിന് അത്ര ഫീല് തരുന്നില്ല അല്ലേ. മറ്റേൻ്റെ മാതിരി അത് മരങ്ങളുടെ ഇടയിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കയറുന്നില്ല. ഇവിടെ ഇതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ കയറാം. 30 റുപ്യ വരും ഒരാൾക്ക്. അവിടെ പോയിട്ട് താഴത്ത് പോക്കുക. നല്ല രസം തന്നെയാണത്. ഞങ്ങൾ കളിയാക്കൊന്നല്ല, എന്നാ രസമുണ്ട്. വില്ലേജ് വളരെ ക്ലീൻ തന്നെയാണ് അല്ലേ. ക്ലീനാണ്, നല്ല വില്ലേജ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇവിടെ എന്താ പറയുക, ഒരു വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കണത് ഹോം സ്റ്റേ എന്നാണ്. ഇവിടുത്തെ ഹോം സ്റ്റേകളുടെ ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്നിരിക്കണേ. ഹോം സ്റ്റേകളുടെ ഒരു ഏരിയ ആണ്. ഐസ്ക്രീം ഉണ്ട് ഇവളുടെ കയ്യിൽ. കഴുങ്ങ് അടക്ക ഇവിടെ ധാരാളം ഉണ്ടല്ലോടാ. പിന്നെ അടുത്തടുത്ത് കഴുങ്ങൻ തോട്ടമാണ് ഗൈസ്, കഴുങ്ങൻ തോട്ടം. ഇവിടേക്ക് വേറെ സൈഡിൽ കൂടെ കുറേ നടന്നു പോന്നപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട്. ആ ഒരു ഗ്രൗണ്ടിൽ വില്ലേജിലെ ആളുകളെല്ലാവരും പാടെ, കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട് അല്ലേ. ഗ്രൗണ്ടിൽ മണ്ണിട്ട് ക്ലിയർ ആക്കുകയാണ്. ഫുട്ബോളാണോ? ഫുട്ബോൾ ഗ്രൗണ്ടാ? ക്രിക്കറ്റോ? എന്തായാലും മണ്ണ് കൊണ്ടത് തട്ടിയാണ് നടുക്ക്. അത് ഷവലോണ്ട് കുത്തി 4ാം ഭാഗത്തേക്ക് എത്തിക്കണം. പണിയാണ് മക്കളെ. ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഒന്ന് ഇറങ്ങിട്ടോ. ഇവിടെ എല്ലാവരും പണിയിലാണ്. ഇടിമുട്ടി എടുക്കൂ. ഇതന്നെ എതിർത്തോ? അനക്ക് അതാ ഇഷ്ടമായത്. സൂപ്പർ.
ഇപ്പൊ പണിക്കാരനായി. ഓക്കെ ഓക്കെ. അങ്ങനെ ഇത്രയും ആളുകളിവിടെ പണിയെടുക്കണ്ടല്ലോ, ഇവർക്ക് എല്ലാവർക്കുള്ള ഭക്ഷണം ഇവിടെ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ വെച്ച് ഇവർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, നമ്മുടെ നാട്ടിൽ നമ്മളെ കളിക്കുന്ന ഗ്രൗണ്ടിൽ നമ്മൾ എന്തൊക്കെ ഞങ്ങളൊക്കെ പണ്ട് പോസ്റ്റ് കുത്താൻ വേണ്ടി പാടത്ത് പോയിട്ട് കവുങ്ങൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് അന്ന് ഞങ്ങൾക്കൊന്നും ഉണ്ടാവുമൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ പോയി തിന്നലാണ്. ഇത് ഈ കൊട്ടയെ നമ്മൾ പോരുമ്പോൾ കണ്ടിരുന്ന കൂട്ട അല്ലേ? പോരുമ്പോൾ കണ്ട കുട്ടയിലെന്താ കല്ല് തപ്പളും ഉണ്ട് ഉണ്ടാ, കാണില്ലല്ലേ? ഇപ്പോൾ കണ്ടു. അത് അതിൻ്റെ ഷേപ്പ് കിട്ടുവോളം ഉണ്ടാവുക, കണ്ട് ചെരിച്ചിട്ട് എടുക്കുക ചെയ്യാറ്. ഇവിടെ നല്ല കുക്കിങ് നടക്കുന്നുണ്ട്. പോർക്കാണോ? പോർക്ക. നല്ല ആളു. റൈസ് നെയ് റൊട്ടി റൈസ്. റൈസ് ഇവിടെ വെന്തുകൊണ്ട് നിൽക്കുവാണ്. റസ് എന്തോ ഒരു ടൈപ്പ് ഭക്ഷണമാണ് അവരുണ്ടാക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ, ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്, വെള്ളം ഒഴിച്ച് വെച്ചേക്കാണ്. ഓക്കെ, നല്ലൊരു വൈബുണ്ട്. ഇവരെല്ലാവരും കൂടി കൂട്ടത്തോടെ കൂടി ചെയ്യുന്ന പരിപാടിയല്ലേ. റൈസ് ഉണ്ടായാൽ ആയിട്ടില്ല, വേഗണുള്ളൂ അല്ലേ? എല്ലാം ഇങ്ങനെ തയ്യാറെടുക്കണം, നമ്മളതിൽ പോയി വന്നിട്ട് തിന്നാൽ മതി. നമുക്ക് ആ നേരം ആകുമ്പോഴേക്കും ആവുള്ളൂ. ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ അത് നമ്മൾ വല്ലാതെ കാണാത്ത സംഭവമാണല്ലോ അല്ലേ? ഇതാ മലമ്മ കൂടെ ഒക്കെ ഉണ്ടാവണോ ഒന്ന്, ഒരു ചെറിയൊരു കഴുങ്ങാട് വെച്ചിട്ട് അവമ്മലാണ് ഉണ്ടായിട്ടുള്ളത്. ഉണ്ടാ നല്ല രസമല്ലേ? ഒരു ഗാർഡനിലേക്ക് പറ്റുന്ന സാധനമാണ്. ഒരു പേരെന്താ അറിയില്ല കേട്ടോ. അങ്ങനെ നല്ല ഗാർഡന് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു സുന്ദരമായ ഒരു വില്ലേജ് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. വൃത്തിയാണ് മെയിനായിട്ട്, വൃത്തി പോകുന്നുണ്ട് കാര്യങ്ങൾ. ഏതായാലും ഞങ്ങളിനി ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാണ്. ഞങ്ങൾ കുറേ നടന്നു, അതിൽ കുറേയൊക്കെ നിങ്ങളെ കാണിച്ചു അല്ലേ? ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ആ ഒരു പാർക്കിൻ്റെ അവിടെയുള്ള മാർക്കറ്റിൽ പോയി. ഇവിടെ എന്താ നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല, നമുക്കൊന്നും വേണ്ട ഗൈസ്, അതാണ് സംഭവം. ഞങ്ങൾക്ക് വേണ്ടതൊന്നുമില്ല. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ തണുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ജാക്കറ്റ്, അതുപോലെ തന്നെ ഷോളുകൾ അല്ലേ, പിന്നെ ഒരുപാട് തുണികളൊക്കെ ഉണ്ട്. അതുണ്ടോ? അതാണ് കൊമ്പുള്ള ആള്. ബൈക്കൊക്കെ ഉണ്ട്. ബൈക്കിലെ തലാട്ടണത് വേണ്ട, ഒന്നും വേണ്ട. നോക്കി എന്നാൽ തന്നെ അവർക്ക് അങ്ങനെയുള്ള കുറച്ച് കച്ചവടങ്ങൾ ഇവിടെ ഉണ്ട്. ആ കൊട്ട വേണമെങ്കിൽ കൊട്ട നമുക്ക് വണ്ടിമ കെട്ടാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു സാധനം കാണുകയാണെങ്കിൽ നമുക്ക് വാങ്ങാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ അത് കാണണ്ടേ. പിന്നെ രാവിലെ തന്നെ എന്താ ബ്രെഡും ചിക്കനും ആയതുകൊണ്ട് ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ സമയം തെറ്റി. ഇന്ന് 12 മണിക്കാണ് നമ്മളുടെ ഇന്നലത്തെ ചിക്കൻ കറിയും ചോറും അല്ലേ? ചോറ് തണുത്ത് അല്ലേ? തണുത്ത ഫ്രിഡ്ജ് വെച്ച ചോറ്. ഇന്ന് അത്ര തണുപ്പല്ലോ, ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് തർക്കിയിലേക്ക്. ഇനിയിപ്പോൾ അതിൽ മാറ്റമില്ല, ഭക്ഷണം കഴിക്കട്ടെ. ഓ ഗായ്സ്, ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴിയിൽ എന്താ പറയാ, ഈ ഒരു വഴി എന്ന് പറയുന്നത് വെറും ടേണികൾ നിറഞ്ഞ ഒരു ചെറിയൊരു റോഡാണ് അല്ലടാ? വെറും വളവും തിരിവും. ഇതിന് സ്റ്റിയറിംഗ് ഒക്കെ ഒടിച്ചൊടിച്ച് അങ്ങോട്ട് പറയുകയാണെങ്കിൽ അയ്യോ ഉണ്ടോ, നല്ല ശ്രദ്ധിക്കണം. ഫോണടിക്കൊക്കെ വേണം. ഇപ്പൊ നല്ലൊരു കുറ്റിയാടി വളവാണ് ഈ വളവ്. കുറ്റിയാടി വളവേ കണ്ടങ്ങള്. സ്റ്റിയറിംഗ് ഒക്കെ ഇതേ കുടിച്ചിട്ട് വെച്ച അവിടെ നിൽക്കും. അവന്റെ മോനെ എന്നാടാ, ഹൈ റേഞ്ച് കൂടെ വണ്ടി വിടണ കാര്യമാണത്. ഹൈ റേഞ്ച് തന്നെ കേട്ടോ. എന്നാണ് ഹൈ റേഞ്ച് തന്നെയാണ്. നല്ല വൈബാ. ഡ്രൈവിങ്ങിന്റെ ഒരു സുഖം അത് ഭയങ്കരമാണ്. ഓർഡർ അല്ലേ ഇത്? അല്ലേ? ആണ് തോന്നുന്നത്. ആണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് നമ്മൾ ഇതിന്റെ വക്കിനൊന്നല്ല പോകുന്നത്. എഴുതി കിട്ടിയാണ് അതിലൊക്കെ. ഓ മൈ ഗോഡ്. നമ്മുടെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായിട്ടൊരു കാഴ്ചയുണ്ട് അല്ലേ? ഓ, ഈ പാറയിൽ നിറച്ച് കാണുന്ന ഫുള്ള് തേനാണേ. ഒക്കെ നല്ല നല്ല തേൻ പലക ഉണ്ടതില്. ഒരു പരുന്ത് പ്രാഞ്ച നമുക്ക് ഞങ്ങൾ തടി കൂടും. ഞങ്ങൾ ഇവിടെ നിർത്തിയതിന് കാരണമുണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ ഉണ്ട് ഈ വാട്ടർഫോൾ ഉണ്ടോ? ഇത് ഉമ്മങ്കോട്ട് റിവർ ആണോ അതിലേക്ക്, അല്ലെങ്കിൽ അതിലേക്ക് വന്ന് പതിക്കുന്ന ഒരു
നദി, അല്ലെങ്കിൽ അത് തന്നെ അല്ലേ? ഇവിടെ റേഞ്ചില്ല. ഇത് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പുള്ളി റേഞ്ചില്ലാത്ത ഒരു സ്ഥലമാണത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. ഓ, ഇതാണ് മക്കളെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയൊരു വാട്ടർഫോളാണത്. ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ വാട്ടർഫോൾ. ഇത് കുറച്ചുള്ളിലാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ടിക്കറ്റ് കൊടുത്തേ കാണാൻ പറ്റുള്ളൂ. അല്ലേ? ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ നല്ല അതിമനോഹരമായൊരു വാട്ടർഫോളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ അവിടെ നിന്ന് പോകുന്ന പാലമാണ്. ഈ പാലത്തുമെന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു താഴ്ചയാണ് എഴുതിയിട്ടാ. നല്ല താഴ്ചയാണ്, നല്ല മനോഹരമായ കാഴ്ചയാണ്. താഴത്തെ ആളുകൾ കുളിക്കണൊക്കെ ഉണ്ട്. ഓ, അങ്ങനെ ഒഴുകി പോകുന്നതാ. ഓ, എന്നാ ഒരു ലുക്കാ അല്ലേ? നല്ല ഭംഗിയല്ലേ കാണാൻ. വാട്ടർഫോൾ എത്ര കണ്ടാലും ഞങ്ങൾക്ക് കിടക്കണില്ല കേട്ടോ. അത് വേറെ കാര്യം. ഞങ്ങൾക്കത് ചടക്കാൻ മടുക്കുക ഒന്നുമില്ല. പാടില്ല. അങ്ങനെ പോയി മടുക്കണേ. എന്നാ നമ്മളിനി പോവാം. ഇനി ഞങ്ങൾ അങ്ങനെ നമ്മളെ ദൗക്കി സൈഡ് തന്നെ പിടിക്കാം. പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഈ ഒരു മലഞ്ചെരുവിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ വരുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളും പോകുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളാണ്. നല്ല ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാം. ഗൈസ്, നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ നൈസായിട്ട് ബംഗ്ലാദേശിൻ്റെ വക്കൊക്കെ ഒന്ന് പോവുകയാണ്. ഇത് ഇന്ത്യ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ഒരു കഴുങ്ങുന്തോട്ടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യൻ്റെ കഴുങ്ങുന്തോട്ടത്തിൽ നിന്നും നമ്മൾ പോകുന്നത് ആ ഒരു പോയിന്റിലേക്കാണ്. ഓ ഗൈസ്, വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങളെ ഹെൽപ്പാക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ആ ആളെ കണ്ടെങ്കിൽ ഒന്ന് ഇട്ടും അല്ലേ? ഓ ഗൈസ്, കണ്ടങ്ങട് അതിർത്തി. ഇവിടെ വരെ നമുക്ക് വരാം. അവിടെ അവർ വേലി കെട്ടിയിട്ടുണ്ടല്ലേ? ആ, കണ്ടോ? ഇന്ത്യ 1270. ആ, ഇതിനങ്ങോട്ട് ഇതാണ് നമ്മുടെ അതിർത്തി. നമ്മുടെ അതിർത്തിയിലാണ് ഞങ്ങളുള്ളത്. ഓ, ബംഗ്ലാദേശാണത്. ഇനി ഒരേ അതിൽ പോകുന്ന തോടാണ്. അത് തോട്ടിൽ വെള്ളമല്ല, ഇന്ത്യൻ അല്ലേ? ഇവിടെ കണ്ട് ഫോട്ടോ എടുക്കാം നമുക്ക്. ഓ, സമാധാനത്തിൻ്റെ കൊടി ഉണ്ട് കേട്ടോ ഇവിടെ, വെള്ളക്കൊടി ഉണ്ട്. ഓ ഗൈസ്, ഇനി നമ്മൾക്കൊരാളെ പരിചയപ്പെടാണ്ട് അല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്കൊരു ആർമി ഉദ്യോഗസ്ഥനെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതൊരു മലയാളിയിൽ തന്നെ ഞങ്ങൾക്ക് കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാണ്. ഹായ്. അപ്പോൾ നിങ്ങളുടെ പേര്? രാജേഷ്. ഞങ്ങളിത് പേരൊക്കെ ചോദിച്ച് നേരത്തെ മനസ്സിലാക്കി വെച്ച ആളുകളാട്ടോ. പക്ഷെ ഞങ്ങളൊക്കെ മൂപ്പര് വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ബോർഡറിൽ ഡ്യൂട്ടി ചെയ്യണേ. BSF അല്ലേ? ബോർഡറിൽ BSF ആണ്. BSF ബോർഡറിൽ നിൽക്കാം. ഇതാണ് ഇവിടെയാണ് താമസിക്കുക? നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ? രണ്ടുപേരും കൂടി ഉണ്ട്. ഇനി ഇവിടെ മലയാളികൾ എത്ര പേരുണ്ട്? ആ, അവിടെ നമ്മളെ വണ്ടൂരുള്ള ഒരുത്തനും കൂടി ഉണ്ടല്ലേ? ആ, തിരൂരുള്ള പയ്യനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇതിലിങ്ങനെ ടേണിങ്ങാണ്, ഭയങ്കര ടേണിങ് ആണല്ലേ ഈ റോഡ്, നല്ല ടേണിങ്ങാണ്. അപ്പോൾ ഞങ്ങൾ ടേണിങ് ഒക്കെ എടുത്ത് ഇങ്ങനെ പോരാ. അപ്പോൾ എനിക്കത് മൂപ്പരെ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി മലയാളിയാണ്. പക്ഷേ എങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചോദിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഞാൻ കുറച്ച് സ്ലോ ആക്കുകയും ചെയ്തു. മൂപ്പര് വിളിച്ച് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. മൂപ്പരെ കണ്ട് വളരെ സന്തോഷമല്ലേ? അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ മൂപ്പർക്ക് നേരെ ഇവിടെ വേറെ മലയാളികളൊന്നും കാണില്ലല്ലോ. ഇവരുടെ ക്യാമ്പിലുള്ള ആളുകൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. പിന്നെ ഇതിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരലുണ്ട് അല്ലേ ഏട്ടാ? അപ്പോൾ അവരൊക്കെ വരലുണ്ട്. പിന്നെ ഇവിടെ വല്ലാതെ നിന്നിരിക്കാൻ പറ്റൂല, കാരണം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ പോവാ കേട്ടോ. വളരെ സന്തോഷം. ഓക്കെ, എന്നായിക്കോട്ടെ, ശരി. ഞാൻ ഇങ്ങൾക്ക് സെല്യൂട്ട് തരുന്നുണ്ട്. ഞങ്ങൾ കുറെ ആഗ്രഹിച്ചാണ് അവർ പട്ടാളക്കാരെ കൊടുക്കണം, അത് ഇങ്ങാക്കാണ് വിട്ട്. എന്നാ ശരി കേട്ടോ. ഓ, മൂപ്പര് ഫസ്റ്റ് തന്നെ നമ്മോട് കണ്ടപ്പോൾ ചോദിച്ചൊരു കാര്യം ഭക്ഷണം കഴിച്ചോ എന്നാണ്. അത് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ആർമി ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ അവരാദ്യം ചോദിക്കണ കേസ് ഭക്ഷണം കഴിച്ചോ എന്നുള്ളതാണ് അല്ലേ? വളരെ സന്തോഷമല്ലേ? ശരി, ഞങ്ങൾ ഓരോ സല്യൂട്ടൊക്കെ ചെയ്തു മൂപ്പരെ. നോക്കിയിട്ട് കാര്യമില്ല, നമ്മളെ രാജ്യം കേൾക്കുന്ന ആളുകളാണ് അല്ലേ? ഓ ഗൈസ്, ഇനി നമുക്കവിടെ മുന്നിൽ വണ്ടൂർക്കാരൻ എടുത്തുണ്ട്. അദ്ദേഹത്തെ പയ്യനാണോ പറഞ്ഞിട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. നമ്മുടെ പ്രായമൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണം, അദ്ദേഹത്തെ ഒന്ന് നോക്കി നോക്കുക കാണാൻ കഴിയുമെന്നുള്ളത്. ഇതുണ്ടോ, ഇത് നമ്മുടെ ഇന്ത്യ കെട്ടിയതാണ്. ഇത് അപ്പുറത്ത് ബംഗ്ലാദേശും ഇപ്പുറത്ത് ഇന്ത്യയാണ്. ഇത് നമ്മൾ ചെയ്തതാണ്.
കാരണം എന്താ വെച്ചാല് ഇവിടെ ഒരുപാട് പേരാണ് ഇന്ത്യയിലേക്ക് കുടിയേറുന്നത്. ആണോ? അത് അതിലങ്ങനെ നമ്മുടെ ആ വക്കിനൊക്കെ റോഡ് വിട്ടിട്ടുണ്ട്. നമ്മളെ ആർമി വെഹിക്കിൾസ് ഒക്കെ പോകാനൊക്കെ വേണ്ടിയിട്ടാവാം അത്രയും നല്ല റോഡ് വിട്ട്. കാരണം എന്താ വെച്ചാല് എന്താ എണ്ണമില്ല ആളുകൾ ഇന്ത്യയിലേക്ക് കയറുവാണ്. അപ്പൊ അതിനൊരു നിയന്ത്രണമുള്ള രീതിയിലാണ് അത്തരം പൊന്തിച്ച് വേലി കെട്ടി വെച്ചിട്ടുള്ളത്. ഏതായാലും നല്ല ഒരു കാഴ്ചയാണ്, നല്ല രസമാണ് ഇതിലൊക്കെ പോകാൻ വേണ്ടി. ഇനിയിപ്പോ ഇവിടെ മലയാളി പൊളിയല്ലേ? നമ്മള് വണ്ടൂരിലുള്ള അക്ഷയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. പക്ഷേങ്കിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. ഇവിടെ ഒരു അക്ഷയം കൂടി ഉണ്ട് തിരൂരിലുള്ള. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു. നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ചു. ഇവിടെ ഒരുപാട് സ്മഗ്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, അതേപോലെ തന്നെ ഇവിടേക്ക് ഇങ്ങനെ ബംഗ്ലാദേശുകാരെ ഈ പാടങ്ങൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഉള്ള പാടം, അതായത് ഈ പാടുണ്ടല്ലോ ഈ സൈഡിൽ നിന്ന് ഇവിടെ ആ ഒരു വേലി കെട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ വേലി കെട്ടിയിട്ടില്ല. ഇവിടെ വേലി കെട്ടാത്തവർക്ക് ഇങ്ങോട്ട് കയറി വരാൻ സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് പേരിങ്ങനെ കയറി വരും. ഇപ്പോൾ 4 ദിവസം മുന്നേറ്റ 4 പേരെ പിടിച്ച് പറഞ്ഞു. 4 പേര് പിടിച്ച് മണ്ടക്കുത്തി വിട്ടുമ്പോലോ നല്ല ചവിട്ടി കൂട്ടി വിട്ടു. അതിപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോവാണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ അങ്ങനത്തെ ആരും വല്ലാതെ കയറൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഇവരുടെ ഒരു ലോറിയിൽ കുറേ എന്താ പറയുക പ്ലാവിൻ്റെ കൊണ്ടുപോകുന്നുണ്ട്. ഇവരെന്താ പ്ലാവൊക്കെ കൊണ്ടുപോകണത്? അത് വേറെ ഒന്നുമല്ല, 4 ദിവസം മുന്നേ 2 ദിവസം മുന്നേ കുറച്ച് പൈക്കളെ കിട്ടി. ബോർഡറിന് കടത്താൻ വേണ്ടി നോക്കിയതാണ്. ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരുപാട് പറ്റിക്കുന്ന ടീംസ് ഉണ്ട് കേട്ടോ. നമ്മൾക്ക് അതിലൊന്നും വീണ് കൊടുക്കണ്ട. നമ്മള് അങ്ങോട്ട് പോകണമെങ്കിൽ ഇന്നത് വേണം, മറ്റേ വേണം, മറിച്ച് വേണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞങ്ങള് ഈ പറഞ്ഞ പശുവിനെ പിടിച്ച് അവര് ഇപ്പൊ പശുവിനെ തിന്നാൻ വേണ്ടിയിട്ടുള്ള പുല്ല് കൊണ്ട് കൊടുക്കുകയാണ്. വണ്ടിയിൽ ഇട്ടാണ്ട് എന്താ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് അറിയാൻ കൂടി ഇല്ല. ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മളവിടെ. അപ്പോൾ ഇതാണ് ഷിലോങ്ങിലേക്ക് പോകുന്നത്. നമ്മള് ദൗക്കിയിലേക്ക് അല്ലേ ഗൈസ്? ഇവിടെ ദൗക്കി റിവർക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന വണ്ടികളുടെ പാർക്കിംഗ് ഏരിയ ആണത്. പാർക്കിംഗ് ഇല്ല, അപ്പൊ ബ്ലോക്ക് ആയി കിടക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ ഭയ്യ. ഇന്ന് നമ്മൾ അത്തരം പരിപാടികളൊന്നും എടുക്കുന്നില്ല. അദ്ദേഹം നമ്മളോട് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണെന്നൊക്കെയാണ്. ആ ബംഗ്ലാദേശാണത്. ബംഗ്ലാദേശിന്റെ ഇപ്പുറത്തുനിന്ന് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് പറയണേ. നമ്മളതിന് നിൽക്കുന്നില്ല. ഞങ്ങൾ താല്പര്യകക്ഷികളല്ല. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ അങ്ങനെയാണ്. നമ്മൾ താല്പര്യമാവും. പക്ഷെങ്കിൽ നാളെ ബോട്ട് നെയ്വായി ഓ നയിച്ചോ. ओके भैया मैं कल में ബോട്ടിങ് ബോട്ടിങ്ങിന് വേണ്ടിട്ട് അവര് ആൾക്കാരെ തച്ചു പിടിച്ച. പോന്നോട്ടെ ഇയാള് നമ്മളെ പിന്നാലെ തന്നെ കേട്ടോ. മൂപ്പര് നമ്മള് KL കണ്ടിട്ടാണ് ഒന്നിലേറെ. മനസ്സിലായോ? അതെ, നമ്മളെന്തായാലും ഇതൊക്കെ എടുക്കുന്ന ഒരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മളെ കുറിച്ച് അവർക്ക് അറിയില്ലല്ലോ. നമ്മള് എടുക്കൂലെന്നുള്ളത്. എടുക്കായിരുന്നില്ല കേട്ടോ. നമ്മൾക്ക് നമ്മളത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തില്ല. തീരുമാനിച്ചില്ലല്ലോ. ഞങ്ങള് അവിടേക്ക് എത്തട്ടെ, ഇതൊന്ന് ഇറങ്ങിയിട്ട് അവിടേക്ക് എത്തട്ടെ. ഇവിടെയാണോ ബോട്ടിങ്? എന്റെ മക്കളെ സൂപ്പർ ഏരിയ കേട്ടോ. അടിപൊളി. എന്താ ലുക്കില്ലേ വെള്ളമൊക്കെ കാണാൻ വേണ്ടിട്ട്. നല്ല നമുക്ക് ഇവിടുന്ന് വല്ലാതെ അവിടെ കാണണമെന്നില്ല, എന്നാലും ഓക്കെ ആണല്ലേ. ഇതെന്താ തൂക്കുപാലത്ത് ഇത് നിയന്ത്രണം ഉണ്ട് കേട്ടോ. വണ്ടികള് കുറച്ച് വിടത്തുള്ളൂ. ഓ എന്നാ ലുക്ക്. ഇവിടെ നോക്കി നോക്ക കണ്ടു. അവിടെ ഒക്കെ ഉണ്ടോ? എല്ലാം കേട്ടോ മക്കളെ. ചൗക്കിനെ പാലം കഴിഞ്ഞിരിക്കുന്നു. ഓ ഗായ്സ്, ഏഷ്യൻ ഹൈവേ 1-ലൂടെയാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 ഇവിടെയൊക്കെ വളരെ മോശമാണ്. ചിലയിടങ്ങളിൽ ഓക്കെയാണ്.
ഏഷ്യൻ ഹൈവേ 1 നമ്പർ 1 അല്ലേ? നമ്പർ 1 നമ്മളുള്ളത്. ഇവിടെ നിന്നാണ് പിന്നെ പിന്നീട് അവിടെ അക്കങ്ങൾ കൂടിയത്. ഒന്നിൽ നിന്നാണ്. ചെങ്ങൈമാരെ നമ്മൾ അങ്ങനെ ഞങ്ങൾ ഒരു പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ഏരിയ സൗകര്യമുണ്ട്. എന്തായാലും ഞങ്ങളിപ്പോൾ ഉള്ള സ്നോ പതങ്ങിലാണ്. ഇപ്പോൾ ഇവിടെ ക്യാമ്പിങ്ങാണ്. താഴെയൊക്കെ ഫുള്ള് അതിലാണ് റിവർ ഒഴുകുന്നത്. അങ്ങോട്ട് പോകണം. ആദ്യം ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ കുടിക്കട്ടെ അല്ലേ? കട്ടൻ ചായ ബിസ്ക്കറ്റും. ഓക്കെ. കട്ടൻ കഴിഞ്ഞു. നല്ല മധുരം അല്ലേ? എൻ്റെ ചായയല്ലേ. ഗൈസ്, ഞങ്ങൾ നേരത്തെ പോയത് ഷോങ്പതങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ടെൻ്റാണ്. അതായത് നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. അവിടെ ഞങ്ങൾ വണ്ടി ഇട്ട് നമുക്കവിടെ കിടക്കാൻ പറ്റുന്നത്. വേറെ പാർക്കിംഗ് ഉണ്ട്. നമ്മളത് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അവിടെ പോകുമെന്ന് പറഞ്ഞാൽ എന്താ ഈ മേലെ കൂടെ പോകുന്ന റോഡാണ്. അതിലങ്ങനെ പോവുക റോഡ്. ഞങ്ങളവിടെ പോയി ഓരോ ഗ്ലാസ് ചായ കുടിച്ചു വണ്ടിയിൽ നിന്ന് തന്നെ. അത് ഞങ്ങളവിടെ പ്രൈവറ്റ് പാർക്കിംഗ് കൊണ്ടുപോയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വണ്ടി നിർത്താൻ പറ്റൂല. അല്ല, പാർക്കിംഗ് ഇല്ല എന്നല്ല, വണ്ടിയിലാണ് കിടക്കണമെന്ന് വെച്ചു. ആ വണ്ടിയിലാണ് കിടക്കണം പറഞ്ഞു. എന്നാൽ പിന്നെ ഇവിടെ പാർക്കിംഗ് ഇല്ല പറഞ്ഞു. നമ്മൾ ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിക്കാനാണെങ്കിൽ നമ്മൾക്ക് പൈസ അല്ല, അതിനൊക്കെ ജാസ്തി പൈസ. നമ്മൾ അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ടെൻ്റ് അടിച്ചിരിക്കാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ടെൻ്റ് ഇല്ലേ, നമുക്ക് ടെൻ്റ് അടിച്ചിരിക്കാമല്ലോ. അല്ല, നമ്മളെന്താ വെച്ചാൽ ഇത്രയും കുറച്ച് കേസൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് നമ്മളെ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി യാത്ര നമ്മൾ പരമാവധി എന്താ പറയുക ബഡ്ജറ്റ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള യാത്രയാണല്ലോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അത്തരം കേസുകളൊക്കെ കുറേ ഒഴിവാക്കേണ്ടി വരും. പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് എന്തായാലും വിടണം. ദൗക്കിയിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒരു 10 ദിവസം നമുക്ക് കിടക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് വരുവാണ്. ഏതായാലും നോക്കാം. ഞങ്ങൾ ഇന്ന് നിൽക്കാൻ പോകുന്നത് ഇവിടെയാണ് അല്ലേ? ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ നിന്നാണ് എല്ലാവരും കളി കണ്ടുവരുന്നത് അല്ലേ? നമ്മളെന്താ വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ആ കാണുന്ന മലനിരകളൊക്കെ ഉണ്ടല്ലോ, ആ കാണുന്നതൊക്കെ അത് വെസ്റ്റ് ബംഗ്ലാദേശാണ്. നമ്മളുടെ കളറ് കണ്ടിട്ട് ഇവർ അല്ലേ, നമ്മുടെ കളർ കണ്ടിട്ടാണ് എല്ലാവരും നമ്മൾ നോക്കുന്നത്. അതാ പറഞ്ഞത്. ഞങ്ങളെ കളർ എന്ന് പറയുന്നത് ഈ കമ്പനി പെയിൻ്റ് അല്ലേ. കമ്പനി പെയിൻ്റ് എന്തായാലും തേച്ചാലും മാച്ചാലും പോകില്ലല്ലോ. അപ്പം ഞങ്ങളെ കണ്ടിട്ട് കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടി ഇങ്ങനെ എന്താ ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കണം. അതായത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിർത്തി. അവിടെ 5G എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ തന്നെ വന്നത്. അപ്പോൾ എല്ലാവരും നോക്കുക. എന്താ ഇപ്പോൾ എല്ലാവരും നോക്കണേ? ഞങ്ങൾ രണ്ടുള്ള അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് സംഭവം ഇതാണ്, ബംഗ്ലാദേശുകാരാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ബായ് പിന്നെ അവിടെ ഞങ്ങളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസാണ്, ഇവിടെ നിൽക്കാം അല്ലേ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ നിന്നോളി, ഇതാണ് സേഫ്. ഇവിടുത്തെ വേറെ പ്രശ്നമൊന്നുമല്ല, ബംഗ്ലാദേശുകാർ അവർ വന്നിട്ട് ഇവിടെ വന്നിട്ടല്ല അലമ്പ. അതായത് അവരവിടെ നിന്ന് ബോർഡർ ചാടി മറിഞ്ഞ് വന്ന് രാത്രി വന്നിട്ട് ഇവിടെ മോഷണം കാര്യമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കും തന്നെ സേഫായിട്ട് സ്ഥലം നിൽക്കാൻ വേണ്ടി കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ പാർക്കിങ്ങിന് വേണ്ടി പൈസ കൊടുത്താലും കുഴപ്പമില്ല. ചിലപ്പോൾ മിക്കവാറും ഞങ്ങൾ നാളെ ഇവിടുന്ന് ദൗക്കിൽ നിന്ന് വിടും കേട്ടോ. നമ്മളെ കൊണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി കഴിയില്ല. നമുക്കിവിടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ല. നമ്മളിവിടെ നിൽക്കും തോറും നമ്മൾക്ക് നല്ല ചിലവാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ തന്നെ എടുത്തിട്ട് നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് തെറിക്കും അല്ലേ. എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് കുക്കിങ് കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. റോഡിൻ്റെ ഇത്ര അടുത്താണ്. നമ്മളിവിടെ വെച്ച് എങ്ങനെ കുക്ക് ചെയ്യും? ഇത്രയും വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇവിടുന്ന് ഫുഡ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഇല്ലയെന്നാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാന്നറിയില്ല. ചിലപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കും. ഇല്ലയെന്നാണെങ്കിൽ നമ്മളോട് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുക്ക് ചെയ്യും. എന്തൊക്കെയായാലും ഞങ്ങൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ വേണ്ടി നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.